ഹായ് ഹലോ എല്ലാവർക്കും സ്റ്റാർവേ ടാരറ്റ് മലയാളം റീഡിങ്ങിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അതുല്യ. ഇതൊരു പുതിയ ചാനലാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ടാരറ്റ് റീഡിങ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. കൂടുതലും ഇതിൽ നമ്മൾ റിലേഷൻഷിപ്പ് റീഡിംഗ് ആയിരിക്കും നോക്കുന്നത്, എങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ മറ്റുള്ള ഏരിയാസും കവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് തപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതായത് കാണുന്ന എല്ലാ വ്യൂവേഴ്സിൻ്റെ എനർജി ഇതിൻ്റെ അകത്ത് വരും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആകുന്നത് മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക, ബാക്കിയുള്ള എല്ലാം നിങ്ങളൊന്ന് വിട്ട് കളഞ്ഞേക്കുക. ഓക്കെ, മെയിനായിട്ടും ചിന്തിക്കുന്നത് ഇപ്പോൾ 100 പേരാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ 100 പേരുടെ എനർജി ഇതിനായിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. അതുപോലെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്ന കാര്യം കൃത്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നടന്നിരിക്കും. നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഓക്കെ, ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഹൂ ഈസ് കമ്മിങ് ടുവേർഡ്സ് യു എന്നുള്ളതാണ്. അതായത് ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, അതിനായി ഞാൻ 2 പൈൽ ഇവിടെ ചൂസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പൈലാണോ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ആയി തോന്നുന്നത് നിങ്ങൾക്ക് ആ പൈൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അഥവാ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന പൈൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ പൈലും കൂടെ ക്രോസ് വാച്ച് ചെയ്യുന്നതാണ്. എല്ലാവരും പൈൽ ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് 8 ഓഫ് കപ്സ്, ദി ചാരിയറ്റ് കാർഡ്, 5 ഓഫ് കപ്സ്, 8 ഓഫ് വാൻഡ്സ്, 4 ഓഫ് സോർഡ്സ്, ദി ഫൂൾ കാർഡ്, 3 ഓഫ് സോർഡ്സ് ആൻഡ് ദി വേൾഡ് കാർഡ്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലൂടെ പോകുന്ന ആൾക്കാരെയാണ്. അതായത് ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ സെപ്പറേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്ട്, ഈവൻ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ തന്നെ ലെസ് കോണ്ടാക്റ്റിലായിരിക്കും, അത്ര സ്മൂത്തായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ റീഡിങ് കൂടുതലും റെസനേറ്റ് ആകുന്നത്. കാരണം ഇവിടെ നല്ല രീതിക്ക് പോയിരുന്ന റിലേഷൻഷിപ്പ് മറ്റ് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസുകൾ മൂലം സെപ്പറേറ്റ് ആയി പോയതായിട്ട് കാണിക്കുന്നു. ഒരു കാലത്ത് എന്താ പറയുക, ഇപ്പോൾ ഒരു കാലത്ത് ഏറെ വിശ്വസിച്ചിരുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നടന്നകന്നതായിട്ട് കാർഡ്സ് കാണിക്കുന്നു കേട്ടോ. അത് നിങ്ങൾ വലിയൊരു ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷനിലൂടെ അതുപോലെ മെൻ്റൽ ട്രോമയിലൂടെയും കൊണ്ടുപോയതായിട്ട് കാണിക്കുന്നു. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായി എടുക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാരേജ് കഴിഞ്ഞവരുടെ എനർജീസ് വരുന്നുണ്ട്. സോ എല്ലാവരും മാരേജ് കഴിയണം ഇല്ലല്ലോ. സോ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുക. അങ്ങനെ ആരാണോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മൂവ് ആയി പോയത് ആ ഒരു പേഴ്സണാണ് തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് റീ എൻട്രി ചെയ്യുന്നത്. ആ വരുന്ന പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ന്യൂ സ്റ്റാർട്ട് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത്. അതും എത്രയും പെട്ടെന്ന് തന്നെയാണ് വരുന്നത്. അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഒരു 70 to 80% ആൾക്കാർക്കെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി അധികം വെയിറ്റ് ചെയ്യേണ്ട. അതുപോലെ ഒരുപക്ഷെ ഇത് വന്നും പോയി നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പിലായിരിക്കും ചിലരുടെ കേസിൽ. എനിക്കറിയില്ലാത്ത എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആകുമെന്ന്. ആ ഒരു സിറ്റുവേഷന് എൻഡിങ് വരുന്നുണ്ട്. ബിക്കോസ് വേൾഡ് കാർഡ് നമുക്ക് ഒരു ന്യൂ ബിഗിനിങ്ങിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അവർ തിരിച്ച് വന്നു കഴിഞ്ഞ് പാസ്റ്റിലെ കാര്യം പറഞ്ഞ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ബിക്കോസ് വന്ന പോലെ തന്നെ ആൾ തിരിച്ചു പോയേക്കാവേ, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് നമുക്ക് ചാരിയറ്റ് എന്ന് പറഞ്ഞ കാർഡ് കിട്ടിയിട്ടുണ്ട്. അവർ എത്രയും പെട്ടെന്ന് തന്നെ മൂവ്മെൻറ്റ് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു. വെറുതെ വരുന്നതായിട്ടല്ല കാണുന്നത്, വിത്ത് സ്റ്റെബിലിറ്റിയോടുകൂടി വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അവർ ഈ റിലേഷൻഷിപ്പിന് എഫേർട്ട് ഇടാനായിട്ട് ആഗ്രഹിക്കുന്നു. ബട്ട് ഇവിടെ നമുക്ക് 2 ഹോഴ്സിനെ കാണാനായിട്ട് സാധിക്കും ചാരിയറ്റ് കാർഡിൽ. സോ നിങ്ങൾ ഇപ്പോഴുള്ള മാനിഫെസ്റ്റേഷൻ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. അപ്പോൾ അവർ നിങ്ങളുടെ ഡയറക്ഷനിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് ഹൈ ആണ്. അല്ലാത്ത പക്ഷേ മീഡിയം ഡിലേസ് ഉണ്ടാകും. ഓക്കെ, ദെൻ നമുക്ക് 5 കപ്സ് ഉണ്ട്. നിങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലായതെന്ന് കാണിക്കുന്നു. ഇൻ കേസ് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലൂടെ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. ബിക്കോസ് ആദ്യമൊക്കെ നിങ്ങളായിരിക്കും ഫുൾ ടൈം കോൾ ചെയ്യുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആൾ വലിയ വില തന്നതായിട്ട് കാണിക്കത്തില്ല. അവസാനം നിങ്ങൾ നിർത്തിയപ്പോൾ നിങ്ങൾ ആരായിരുന്നു എന്നുള്ള ചിന്ത അയാൾക്ക് വന്നു എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുമായിട്ട് അവരൊരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിലൂടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിലും ഒരു പഞ്ചമുണ്ടല്ലോ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വാല്യൂ മനസ്സിലാകില്ല എന്ന്, അങ്ങനെ പറയുന്ന പോലെ ആട്ടോ ഇവിടുത്തെ കാര്യം. ഓൾറെഡി ഞാൻ പറഞ്ഞു ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന്. ഈവൻ അത് ചിലവരുടെ കേസിൽ അത് ഏതെങ്കിലും പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, ഈവൻ കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻസ് ആയിരിക്കാം. എന്തുതന്നെ ആണെങ്കിലും അവരെ നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി കൺട്രോൾ ചെയ്ത് നിർത്തിയതായിട്ട് കാണിക്കുന്നു. അതുകൊണ്ടാണ് ഇത്ര നാൾ അവരൊരു നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാതിരുന്നത്.
എന്ത് തന്നെയാണെങ്കിലും ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് കാണിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവർ നിങ്ങളിലേക്ക് മീറ്റ് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സോ ഫയൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ ലൈഫിലേക്ക് ആരാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിരുന്ന നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയ ഒരു പേഴ്സണാണ് കേട്ടോ തിരികെ വരുന്നത്. ഓക്കെ, ഇതായിരുന്നു ഫയൽ നമ്പർ 1ൻ്റെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സിറ്റുവേഷനായി മാച്ചായി തോന്നിയാൽ മാത്രം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഗോ ടു ഫയൽ നമ്പർ 2. ഫയൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് 7 ഓഫ് പെന്റക്കിൾ, ദി ഹയറോഫന്റ്, ഏസ് ഓഫ് സോർഡ്സ്, 6 ഓഫ് പെന്റക്കിൾ, the star card, 2 of cups, 2 of pentacles and the emperor. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ കൂടുതലും എർത്ത് സൈൻസ് ആണ് കാണുന്നത്, അതായത് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, അതുപോലെ ഏരീസും അക്വേറിയസും കാണുന്നുണ്ട് കേട്ടോ. കൂടുതലും നമുക്ക് ടോറസ് ആണ് കിട്ടുന്നത്. സയൻസ് ഞാൻ കണ്ടത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, ബാക്കിയുള്ള സയൻസ് ഇല്ല എന്നല്ല, ചെറിയ തോതിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്ന് പറഞ്ഞ് സൈൻ ഇല്ലയെന്ന് പറഞ്ഞ് നിങ്ങൾ കാണാതിരിക്കേണ്ട. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്ന കാര്യം നിങ്ങൾ എടുക്കുക. ഓക്കെ, ഞാനിവിടെ സൈൻ കണ്ടത് മാത്രം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇവിടെ സെക്കൻഡ് പൈലിൻ്റെ കേസിൽ ഹൂ ഈസ് കമ്മിങ് ടുവേർഡ്സ് യു എന്ന് ചോദിച്ചാൽ ഒരു 80% ഓഫ് ആൾക്കാർക്കും ഇതൊരു ന്യൂ പേഴ്സൺ ആണ്. ന്യൂ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ന്യൂ എന്നല്ല, നിങ്ങൾക്ക് അറിയാവുന്ന എന്നാൽ നിങ്ങളുമായിട്ട് റിലേഷൻ എത്തിയിട്ടില്ലാത്ത ഒരാളാണിത് കേട്ടോ. ഇവിടെ കുറേ കേസസ് കാണുന്നുണ്ട്. ഓരോന്നായിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആകുന്നത് മാത്രമേ നിങ്ങൾ എടുക്കുക കേട്ടോ. ഇവിടെ കൂടുതലും വർക്ക് പ്ലേസിൽ നിന്നുള്ള ആളായിട്ട് കാണിക്കുന്നു. ചിലരുടെ കേസിൽ ഇതൊരു നല്ലൊരു മെൻറ്ററായിട്ട് കാണിക്കുന്നു കേട്ടോ. നിങ്ങളിപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസിലൊക്കെ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരാനായിട്ട് യൂണിവേഴ്സായിട്ട് തന്നെ നല്ലൊരു മെൻറ്ററിനെ നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ കൊണ്ടുവരുമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇവിടെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണിക്കുന്നു. സോ അവർക്കൊക്കെ ഉടനെ തന്നെ ഒരു ഹെൽപ്പ് കിട്ടുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട്. ബട്ട് കൂടുതലും ആൾക്കാരുടെ കേസിൽ ഹൂ ഈസ് കമ്മിങ് ടുവേർഡ്സ് യു എന്ന് ചോദിച്ചാൽ വർക്ക് പ്ലേസിലുള്ളവരായിട്ട് കാണിക്കുന്നു. ഈവൻ നിങ്ങളുടെ ക്രഷായിരിക്കാം, പക്ഷേ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നില്ല. ബട്ട് നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ അല്ലെങ്കിൽ ഇപ്പം വർക്ക് ചെയ്യാത്തവർ കാണുമല്ലോ. സോ അങ്ങനെയുള്ളവരുടെ കേസിൽ മാത്രം നിങ്ങൾക്ക് അറിയാവുന്നവരായിരിക്കും. ബട്ട് സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുവല്ലോ നിങ്ങളോട് മിണ്ടി കൂട്ടുകൂടിയ ആരെങ്കിലും ആയിരിക്കും. എന്തായാലും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ബട്ട് നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് എത്തിയിട്ടില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അതിനുള്ളൊരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ പേഴ്സണെ കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള തരത്തിലുള്ള ഒരാളായിട്ട് കാണുന്നു. അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായി നിൽക്കുന്ന, അത്യാവശ്യം നെയിമും ഫെയിമൊക്കെ ഉള്ള, അതായത് അവർക്ക് സോഷ്യൽ മീഡിയ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനും അതുപോലെ റീൽസൊക്കെ അപ്ലോഡ് ചെയ്യാനും താല്പര്യമുള്ളവരായിരിക്കും. അതുപോലെ ആരുടെയും മുന്നിൽ ഒരുപാട് താഴ്ന്നു കൊടുക്കാത്ത രീതിയിൽ, എന്നാലൊരു എന്താ പറയുക, ഒരു എംപററിനെ പോലെ നടക്കുന്ന രീതിയിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. പക്ഷെ അവരങ്ങനെ നടക്കുന്നെങ്കിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഇഷ്ടമുള്ള ആളായിരിക്കും കേട്ടോ. ഇവിടെ മെയിലെന്നില്ല, ഈവൻ ലേഡീസ് ആണെങ്കിൽ പോലും എംപ്രസിനെ പോലെ നടക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. അതുപോലെ ഈവൻ ഡ്രസ്സിങ് രീതിയും കാര്യങ്ങളൊക്കെ നിങ്ങളെ സിറ്റുവേഷൻ അനുസരിച്ചെടുക്കുക കേട്ടോ. അതുപോലെ ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അറിയുന്ന ആളായിരിക്കും. അങ്ങനെയുള്ള ഒരു പേഴ്സണാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്നാണ് കാണുന്നത്. അവിടെ നിങ്ങളുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഈവൻ നിങ്ങളുടെ ക്രഷ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് ക്രഷുള്ള ആരെങ്കിലും ആയിരിക്കും. സോ 80% ആൾക്കാരുടെ കേസിൽ ഇതാണ് കേസ്. ബാക്കിയുള്ള 20% മാത്രം ആൾക്കാരുടെ ലൈഫിലേക്കൊരു എക്സ് ബാക്ക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. എല്ലാവർക്കും അല്ല കേട്ടോ, 20% ആൾക്കാർക്ക് മാത്രം. ഇനി മോളി പറഞ്ഞ സിറ്റുവേഷൻ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പൈല് കണ്ടു നോക്കാവുന്നതാണ്. കാരണം ഒരു 20% ആൾക്കാർക്ക് മാത്രം ഒരു എന്താ പറയുക, ഒരു എൻഡായി പോയ ഒരു സിറ്റുവേഷൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഇതായിരുന്നു പൈൽ നമ്പർ 2ൻ്റെ റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സിറ്റുവേഷനുമായി മാച്ചായി തോന്നിയാൽ മാത്രം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.